ദക്ഷിണാർദ്ധഗോളത്തിലും അതേപോലെ തന്നെ. ദക്ഷിണാർദ്ധഗോളത്തിൽ 30 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിൽ നിന്ന് 0 ഡിഗ്രി ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വായു വീശാറുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിപിൻ മാത്യൂസ്. നമ്മുടെ ഡിസംബർ മാസം നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടി ജോഗ്രഫിയുടെ സിലബസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വേൾഡ് ജോഗ്രഫിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്സ് നമ്മളൊന്ന് വർക്ക് ചെയ്യുവാണ്. നമുക്കറിയാം, ഇപ്പൊ സ്ഥിരമായിട്ട് ഈ പുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കൂടുതൽ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന ചില പാഠഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് കാറ്റ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭൂമിയുടെ ആന്തരിക ഘടനയും ശിലകളും. അപ്പൊ ഞാൻ ഇന്ന് ഈ കാറ്റുകളും ശിലകളുമാണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാറ്റുകൾ എല്ലാം നമുക്ക് ഒരു ചെറിയ സമയത്തിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഈ അടുത്ത് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ITCs ഉണ്ട്, കുതിര അക്ഷാംശങ്ങൾ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരെ ചോദിച്ചു ഇപ്പം റീസെന്റ് ആയിട്ട്, സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിന് വരെ. അതേപോലെ വാണിജ്യവാദങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ തൽക്കാലം കാറ്റുകൾ എന്ന ടോപ്പിക്കിൽ നോക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ശിലകൾ, പ്രധാനപ്പെട്ട 3 ശിലകൾ, അവയുടെ എക്സാമ്പിൾസ് ആണ് പലരെയും കുഴപ്പിക്കുന്നത്. ഇപ്പം ഒരു അവസാദ ശില ഏത്, ഒരു കായാന്തരിത ശില ഏത്, ഒരു ആഗ്നേയ ശില ഏത് തുടങ്ങിയ എക്സാമ്പിൾസ് ആണ് പലർക്കും ബുദ്ധിമുട്ടാവുന്നത്. സോ എന്താണ് ശിലകൾ, അവയുടെ 3ന് പ്രത്യേകത എന്തൊക്കെയാണ്, അവയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്ര നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം മർദ്ദ മേഖലകളെ പറ്റി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള മർദ്ദ മേഖലകൾ അനുഭവപ്പെടാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. വ്യത്യസ്തമായ മർദ്ദ മേഖലകൾ ഭൂമിയിൽ അനുഭവപ്പെടാറുണ്ട്. വായു സാന്ദ്രത കൂടിയ പ്രദേശത്തെ ഉയർന്ന മർദ്ദ മേഖല അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയെന്നും, അന്തരീക്ഷ വായു സാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളെ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ചൂടും തണുപ്പും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ സമുദ്രനിരപ്പിൽ ജീവിക്കുന്ന ഒരാള് ഉയരങ്ങളിലേക്ക് പോകും തോറും അയാൾക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് വഴി മർദ്ദം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൂടും തണുപ്പും നമ്മുടെ ശരീരത്തിലാണല്ലോ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെവി അടയുക, ഇനി മർദ്ദം അത്ര വ്യത്യാസമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ മൂക്കിൽ നിന്നൊക്കെ രക്തം വരിക, ചെവിയിൽ നിന്നൊക്കെ രക്തം വരിക തുടങ്ങിയ രീതിയിൽ നമ്മുടെ ശരീരം പ്രതികരിക്കാറുണ്ട്. ആ മർദ്ദ വ്യത്യാസത്തെ പ്രതികരിച്ച് കാണാറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഉയർന്ന മർദ്ദമുള്ള സ്ഥലങ്ങളെ എന്ത് വിളിക്കുന്നു? ഉച്ചമർദ്ദം എന്ന് വിളിക്കുന്നു. കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലങ്ങളെ എന്ത് വിളിക്കുന്നു? ന്യൂനമർദ്ദം എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും സമുദ്രനിരപ്പിനോട് ചേർന്ന പ്രദേശങ്ങൾ ഉച്ചമർദ്ദമുള്ള പ്രദേശങ്ങളായിരിക്കും. സമുദ്രനിരപ്പിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ എപ്പോഴും ഉച്ചമർദ്ദ മേഖലകളായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൊണ്ട് കൂടുതൽ അന്തരീക്ഷ വായുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. ഭൂമിയുടെ കേന്ദ്രം വരെ ഈ അന്തരീക്ഷ വായുവിന് ചലിക്കാൻ പറ്റാത്തതുകൊണ്ട് അവ കൂടുതൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഭൂമിയുടെ ഈ ഉപരിതലത്തിൽ ഏറ്റവും താഴെ, പ്രത്യേകിച്ച് സമുദ്രനിരപ്പിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കൂടുതൽ അന്തരീക്ഷ വായു ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അന്തരീക്ഷ വായു അവിടെ സെറ്റിൽ ചെയ്യുന്നത്, സിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ഉച്ചമർദ്ദങ്ങളായിരിക്കും. ഇനി നമ്മൾ മുകളിലേക്ക് പോകും തോറും, പർവ്വത ഭാഗങ്ങളിലേക്കൊക്കെ പോകും തോറും ഈ പറഞ്ഞ മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉയരമുള്ള പ്രദേശങ്ങളിൽ എത്തുമ്പോൾ മർദ്ദം കുറഞ്ഞ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നമ്മൾ എത്തപ്പെടും. ഓക്കെ, അപ്പം ഉയർന്ന മർദ്ദമുള്ള പ്രദേശങ്ങളെ ഉച്ചമർദ്ദ മേഖലകൾ എന്നും, കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശങ്ങളെ ന്യൂനമർദ്ദ മേഖലകൾ എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ ഈ ഉയരം മാത്രമല്ല മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. ഞാനിപ്പം ഉയരം വെച്ചിട്ട് പറഞ്ഞു, ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഇപ്പം സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള പ്രദേശങ്ങൾ, അതായത് ഊട്ടിയിലേക്ക്, കൊടൈക്കനാലിലേക്ക്, ഇനി നമുക്കറിയാലോ എവറസ്റ്റിന്റെ ഒക്കെ മുകളിലേക്ക് പർവ്വത ആരോഹകർ യാത്ര ചെയ്യുമ്പോൾ അവർ ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് പോകുന്നത്. കാരണം എന്നാ, അവിടെ വളരെ തീർത്തും മർദ്ദമില്ല, വളരെ മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളാണ്, അല്ലെ, ഉയർന്ന പർവ്വതങ്ങളുടെ മുകൾ ഭാഗങ്ങൾ. അപ്പൊ അവര് എന്താണ്, ഈ എവറസ്റ്റ് അല്ലെങ്കിൽ കാഞ്ചൻജംഗ പോലെയുള്ള കൊടുമുടികളുടെ ഒക്കെ ഉയരത്തിലേക്ക് പോകുന്ന പർവ്വതാരോഹകര് ഓക്സിജൻ സിലിണ്ടേഴ്സുമായിട്ട് പോകാറുണ്ട്. കാരണം അവർക്ക് ഒട്ടും അവിടെ ഓക്സിജനോ അല്ലെങ്കിൽ അന്തരീക്ഷ വായുവോ ശ്വസിക്കാനുള്ള വായുവോ അവർക്ക് ലഭിക്കാറില്ല. ക്ലിയർ? അപ്പൊ ഉയരം മാത്രമല്ല, ഉയരത്തിന്റെ കേസ് പറഞ്ഞു, ഉയരം മാത്രമല്ല, താപനില മർദ്ദത്തെ, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കാറുണ്ട്. താപനില മൂന്നാമതൊരു ഘടകം കൂടി ഉണ്ട്, അതാണ് ആർദ്രത. കേട്ടോ, അപ്പൊ 3 കാര്യങ്ങൾ. ഒന്ന് ഉയരം, ഞാൻ പറഞ്ഞു, ഉയരത്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. രണ്ടാമത് താപനില. താപനില എങ്ങനെയാണ്?
താപനില കൂടുന്ന പ്രദേശങ്ങളിൽ, അന്തരീക്ഷ താപനില കൂടുന്ന പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് ഭൂമധ്യരേഖയോട് ചേർന്ന പ്രദേശങ്ങൾ, അന്തരീക്ഷ താപനില ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അവിടെയാണ്, അല്ലെ? താപനില കൂടുന്ന പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കും? വായു ചൂട് പിടിച്ച് ഉയരും. ഇതിനെ നമ്മൾ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്നാ വിളിക്കുന്നത്. വായു ചൂട് പിടിച്ച്, എന്തുകൊണ്ട് ചൂട് പിടിച്ച വായു ഉയരുന്നത്? അതിന്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറയുന്നതുകൊണ്ട്. ചൂട് പിടിച്ച വായു താരതമ്യേന ചുറ്റുമുള്ള അന്തരീക്ഷ വായുവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുന്നതുകൊണ്ട് അത് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നത്. ഓക്കെ, അങ്ങനെ ചൂട് പിടിച്ച് ഉയരുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? മർദ്ദം കുറയും. ക്ലിയർ? അപ്പോ താപനില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മർദ്ദം കുറയും. താപനില കൂടുമ്പോൾ. ഇനി നേരെ തിരിച്ചു പറയാം, താപനില കുറയുമ്പോഴോ? താപനില കുറയുമ്പോഴോ മർദ്ദം കൂടും. നേരെ തിരിച്ചും പറയാം. ക്ലിയർ? മൂന്നാമത്തെ ഒരു ഘടകം കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ആർദ്രത. കേട്ടോ, ആർദ്രത പഠിച്ചോളാം. ഹ്യൂമിഡിറ്റി. ക്ലിയർ? ഇതും താപനില പറയുന്ന പോലെ തന്നെ. ആർദ്രത കൂടുമ്പോൾ, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. നേരെ തിരിച്ചും പറയണം. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടും. നേരെ അത് തിരിച്ചും പറയാം. അപ്പൊ ഇത് മൂന്നും ഒന്ന് പറയണം. എങ്ങനെയാണ്? ഉയരത്തിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയും. അതിനൊരു നിരക്കും പറയാറുണ്ട്. ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത് ഉയരത്തിനനുസരിച്ച്. ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ. കേട്ടോ, ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്നത് പഠിക്കത്തില്ലേ? ക്രമമായ താപനഷ്ട നിരക്കിനെ പറ്റി പഠിക്കാറില്ലേ? അതേപോലെ തന്നെ ഓരോ 10 മീറ്റർ ഉയരത്തിൽ 1 മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം കുറയും. ഓക്കെ, 1. 2, താപനില കൂടുമ്പോൾ എന്ത് നടക്കും? താപനില കൂടുമ്പോൾ അവിടെ സംവഹനം നടക്കും. ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് താപനില കൂടുമ്പോൾ സംവഹനം നടക്കുന്നത് കൊണ്ട് അവിടെ മർദ്ദം കുറയും. ആർദ്രത കൂടുമ്പോഴും ഹ്യൂമിഡിറ്റി കൂടുമ്പോഴും എന്ത് സംഭവിക്കും? മർദ്ദം കുറയും. ക്ലിയർ? അപ്പൊ ഇത് മൂന്നും കൂടുമ്പോൾ കുറയും എന്ന് പഠിച്ചോണം. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. താപനില കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള നമ്മുടെ അക്ഷാംശങ്ങളെ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വരുന്ന പ്രദേശങ്ങളെ 4 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്ത മർദ്ദ മേഖലകളായി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ മർദ്ദ മേഖലയുടെ പേര് ഭൂമധ്യരേഖ പ്രദേശത്തുള്ള മർദ്ദ മേഖലയാണ്. അതിനെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എവിടെ കാണപ്പെടുന്നു? ഭൂമധ്യരേഖയുടെ ഭാഗത്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുള്ളത്. ഭൂമധ്യരേഖയുടെ ഭാഗത്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുള്ളത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും, 30 ഡിഗ്രി നോർത്ത് അക്ഷാംശത്തിലും 30 ഡിഗ്രി സൗത്ത് അക്ഷാംശത്തിലുമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കാണപ്പെടുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ത് വിളിക്കും? ഇക്വിട്ടോറിയൽ ലോ പ്രഷർ സോൺ എന്ന് പറയും. ഇക്വിട്ടോറിയൽ ലോ പ്രഷർ സോൺ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ത് വിളിക്കും? സബ് ട്രോപ്പിക്കൽ ST, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇത് രണ്ടും പഠിച്ചില്ലേ? ഇനി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്താണ്? 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളെയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളെയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല? 90 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളെയാണ് 90 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ മർദ്ദ മേഖലകൾ നോക്കുമ്പോൾ ഏതാണ്? 0 ഡിഗ്രി. ഇവിടെ ഇത് ഒരെണ്ണം നമുക്ക് പറയാനുള്ളൂ, 0 ഡിഗ്രി മാത്രമേ പറയാനുള്ളൂ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ 30 ഡിഗ്രി നോർത്തിലും വരുന്നുണ്ട്, 30 ഡിഗ്രി സൗത്തിലും വരുന്നുണ്ട്, രണ്ടെണ്ണമായി. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി നോർത്തിലും ഉണ്ട്, 60 ഡിഗ്രി സൗത്തിലും ഉണ്ട്, ഇവിടെ രണ്ടെണ്ണമായി. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി നോർത്തിലും ഉണ്ട്, 90 ഡിഗ്രി സൗത്തിലും ഉണ്ട്, രണ്ടെണ്ണമായി. 0 ഡിഗ്രി മാത്രമേ നമ്മൾ ഒരെണ്ണേ പറയുന്നുള്ളൂ അല്ലേ? അപ്പോ 1, 2, 1, 3, 3, 2, 5, 2, 7 കണ്ടോ മർദ്ദ മേഖലകൾ. നമുക്കതൊന്നൊരു ചിത്രത്തിൽ കാണാം. ഇവിടെ 0 ഡിഗ്രി കണ്ടോ? 0 ഡിഗ്രിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തന്നെ. ഇവിടെ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഇതാണ് ഭൂമധ്യരേഖ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചൂട് പിടിച്ച വായു വികസിക്കും അല്ലെ? അവയുടെ സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയർന്ന് നഷ്ടപ്പെടും. അതിനെയാണ് നമ്മൾ സംവഹനം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ മുകളിലേക്ക് ഉയരുന്ന വായു ഒരു നിശ്ചിത പരിധി വരെ എത്താറുണ്ട്. ട്രോപ്പോപാസ് മാക്സിമം ആണ്. ട്രോപ്പോപാസ് എന്ന് പറയുന്ന ഒരു പരിധി വരെ ഉണ്ട്, അത് ഉയരാറുണ്ട്. ഉദാഹരണത്തിന് ഇത് ഭൂമിയുടെ ഉപരിതലമാണെന്ന് വിചാരിക്കുക, ഇത് ഭൂമധ്യരേഖയാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഉയരുന്ന വായു, ഇങ്ങനെ മുകളിലോട്ട് ഉയരുന്ന വായു ഒരു നിശ്ചിത പരിധി വരെ ഉയരത്തിലേക്ക് എത്താറുണ്ട്. ട്രോപ്പോപാസ് എന്ന് പറയുന്ന അതിർത്തി വരെയാണ് മാക്സിമം അത് എത്താറുള്ളത്. അവിടെ നിന്ന് ഇത് വശങ്ങളിലേക്ക് സഞ്ചരിക്കും. വശങ്ങളിലേക്ക് ഈ വായു സഞ്ചരിക്കും. എന്നിട്ട് താരതമ്യേന വശങ്ങളിലേക്ക് പോകുന്തോറും, വശങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുക എന്നർത്ഥം? ധ്രുവങ്ങളിലേക്ക് പോകുക എന്നല്ലേ അർത്ഥം. വശങ്ങളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങളിലേക്ക് പോകുക എന്നല്ലേ അർത്ഥം. അതായത് 0യിൽ നിന്ന് 10, 20, 30, 40 അങ്ങനെ പോകുക എന്നല്ല അർത്ഥം.
പക്ഷെ അവർ ഒത്തിരി ദൂരത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. ഒരു 30 ഡിഗ്രിയുടെ മുകളിൽ എത്തുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇവർ തണുക്കും. തണുത്ത് എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ എത്തുമ്പോൾ താഴേക്ക് പതിക്കും. കണ്ടോ? ഓക്കെ. 30 ഡിഗ്രി നോർത്ത് സൗത്തിൽ എത്തുമ്പോൾ ഇവര് ഭൂമധ്യരേഖയിൽ നിന്ന് ഉയർന്ന് നഷ്ടപ്പെട്ട വായു 30 ഡിഗ്രി അക്ഷാംശങ്ങളുടെ മുകളിലെത്തി താഴേക്ക് പതിക്കും. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ മർദ്ദം കൂടും. 0 ഡിഗ്രിയിൽ നിന്ന് വായു നഷ്ടപ്പെട്ടു. 0 ഡിഗ്രിയിൽ എന്ത് സംഭവിച്ചു? വായു നഷ്ടപ്പെട്ടു. ഇവിടെ അന്തരീക്ഷ വായു നഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ അന്തരീക്ഷ വായു എന്ത് ചെയ്തു? ലഭിച്ചു. 0 ഡിഗ്രിക്കാർക്ക് ഭൂമധ്യരേഖക്കാർക്ക് അന്തരീക്ഷ വായു നഷ്ടപ്പെട്ടെങ്കിൽ 30 ഡിഗ്രിക്കാർക്ക് അന്തരീക്ഷ വായു ലഭിച്ചു. നഷ്ടപ്പെടുന്നവർ ന്യൂനമർദ്ദവും ലഭിക്കുന്നവർ ഉച്ചമർദ്ദവും. നഷ്ടപ്പെടുന്നവർ ന്യൂനമർദ്ദവും ലഭിക്കുന്നവർ ഉച്ചമർദ്ദവും. അപ്പോൾ രണ്ട് രീതിയിൽ കൂടെ പഠിക്കണം. 0 ഡിഗ്രിയിൽ വായു ഉയരുന്ന പ്രദേശവും 30 ഡിഗ്രിയിൽ വായു താഴുന്ന പ്രദേശവുമാണ്. അന്തരീക്ഷത്തിലെ ഉയരങ്ങളിൽ നിന്ന് വായു താഴേക്ക് പതിക്കുന്ന സ്ഥലമാണ് 30 ഡിഗ്രി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ ഉയരങ്ങളിലേക്ക് വായു ഉയരുന്ന ഭാഗമാണ് ഏത്? 0 ഡിഗ്രി. 0 ഡിഗ്രിയിൽ വായു ഉയരുന്നു. 30 ഡിഗ്രി വായു താഴ്ന്നു പതിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് താഴ്ന്നു പതിക്കുന്നു 30 ഡിഗ്രി. ഉപരിതലത്തിൽ നിന്ന് ഉയരുന്നു 0 ഡിഗ്രിയിൽ. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയോട് ചേർന്ന് വായു ഉയരുന്ന പ്രദേശങ്ങളിൽ വായുവിനോടൊപ്പം തന്നെ നീരാവിയും ഉയരും. അല്ലെ? വായു ഉയരുന്ന പ്രദേശങ്ങളിൽ അവിടെ എന്തുണ്ടാവും? വായുവിനോടൊപ്പം നീരാവി മുകളിലേക്ക് ഉയർത്തപ്പെടും. നീരാവി തണുക്കും, മേഘങ്ങൾ ഉണ്ടാവും, മഴ പെയ്യും. മേഘം, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങൾ എവിടെ കാണപ്പെടും? 0 ഡിഗ്രിയിൽ. വായു താഴ്ന്ന പ്രദേശങ്ങളിൽ നീരാവി താഴില്ല, നീരാവി ഉയരില്ല. വായു താഴ്ന്നു പതിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ നിന്ന് ചൂട് പിടിച്ച് വായു നീരാവിക്ക് മുകളിലേക്ക് ഉയരാൻ പറ്റത്തില്ല. അവിടെ അതുകൊണ്ട് മേഘങ്ങളില്ല, മഴയില്ല. 30 ഡിഗ്രി ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ മേഘങ്ങൾ ഉണ്ടാവില്ല, മഴ പെയ്യില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉച്ചമർദ്ദ പ്രദേശങ്ങൾ ശാന്തമായ പ്രദേശങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഉച്ചമർദ്ദ പ്രദേശങ്ങൾ വളരെ ശാന്തമാണ്. ന്യൂനമർദ്ദ പ്രദേശങ്ങൾ പ്രക്ഷുബ്ധമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദ പ്രദേശങ്ങൾ പഠിച്ചോണം, ഇനി അറിയാത്തവർ പഠിച്ചോണം. ന്യൂനമർദ്ദ പ്രദേശങ്ങൾ എപ്പോഴും എന്തായിരിക്കും? വളരെ പ്രക്ഷുബ്ധമായിരിക്കും. ഉച്ചമർദ്ദ പ്രദേശങ്ങൾ എന്തായിരിക്കും? ശാന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 30 ഡിഗ്രി അക്ഷാംശങ്ങളോട് ചേർന്നിട്ടുള്ള ചില സ്ഥലങ്ങൾ, 30 ഡിഗ്രി അക്ഷാംശത്തിനടുത്തുള്ള ചില മേഖലകൾ, കൃത്യം 30 ഡിഗ്രി എന്ന് പറയുന്നില്ല, അതിനോട് അടുത്തുള്ള ചില മേഖലകൾ. ഓക്കെ. ഈ പ്രദേശത്ത് വളരെ ശാന്തമായ അവസ്ഥയായിരിക്കും അന്തരീക്ഷത്തിന്. ഉദാഹരണത്തിന് 30 ഡിഗ്രി അക്ഷാംശത്തിനടുത്തുള്ള കടല് വളരെ ശാന്തമായിരിക്കും. അവിടെ കാറ്റ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും കപ്പലുകള് പണ്ട് കാലത്തെ പായ്ക്കപ്പലുകള് അല്ലെ, ഈ പറഞ്ഞ 30 ഡിഗ്രി അക്ഷാംശം മറികടക്കാൻ ബുദ്ധിമുട്ടാണ് കാറ്റ് കുറവായതുകൊണ്ട്. അവരെന്ത് ചെയ്യണം? കപ്പലിന്റെ ഭാരം കുറയ്ക്കണം. പഴയ കാലത്തെ പ്രധാന വലിയ ഇഷ്ടംപോലെ ചരക്ക് വസ്തുക്കൾ ഈ പായ്ക്കപ്പലുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട്. സ്വർണവും വെള്ളിയും കുതിരകളും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിൽ വലിയ വിലയില്ലാത്ത കുതിരകളെ വെള്ളത്തിൽ എറിഞ്ഞാണ് കപ്പലുകൾ അന്ന് ഭാരം കുറച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ 30 ഡിഗ്രി അക്ഷാംശങ്ങളെ എന്ത് വിളിക്കുന്നത്? കുതിര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കുതിര അക്ഷാംശങ്ങൾ. 30 ഡിഗ്രി അക്ഷാംശങ്ങളെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാറുണ്ട്. 30 ഡിഗ്രി നോർത്ത് അതുപോലെ 30 ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങളെ കുതിര അക്ഷാംശങ്ങൾ അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നത് മനസ്സിലായില്ലേ? ഒരു അക്ഷാംശത്തിന് കുതിരയുടെ പേര് എന്തുകൊണ്ട് വന്നു മനസ്സിലായില്ലേ? കുതിരകളെ വെള്ളത്തിലിട്ട് കപ്പലിന്റെ ഭാരം കുറച്ചെങ്കിൽ മാത്രമേ കാറ്റ് കുറവുള്ള പ്രദേശങ്ങളിലൂടെ ഇവർക്ക് മറികടക്കാൻ സാധിക്കത്തുള്ളൂ കടല്. മനസ്സിലായോ? ഇപ്പൊ കുതിരകളെ തന്നെ എന്തിന് വെള്ളത്തിലിടണം എന്ന് ചോദിച്ചാൽ വില കൊടുത്ത് മേടിച്ചാലേ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞത് കുതിരകളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം കുതിരകളെ വെള്ളത്തിലേക്ക് ഇട്ടത്. സ്വർണ്ണവും വെള്ളിയൊന്നും എടുത്തെറിയാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായില്ലേ? ക്ലിയർ? അപ്പോൾ പഠിച്ചോണം. 0 ഡിഗ്രി വായു ഉയരുന്ന പ്രദേശം, ചൂട് പിടിച്ച വായു ഉയരുന്ന പ്രദേശത്ത് നീരാവി മുകളിലേക്ക് ഉയർത്തപ്പെടും, തണുക്കും, മേഘങ്ങൾ ഉണ്ടാവും, മഴ പെയ്യും. ഓക്കെ. ഭൂമധ്യരേഖ പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ITCs എന്നാണ്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഭൂമധ്യരേഖ പ്രദേശങ്ങളെ ITCs എന്ന് വിളിക്കാറുണ്ട്. ITCs. അതുപോലെ തന്നെ ഭൂമധ്യരേഖയോട് വടക്കും തെക്കും 5 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങൾ, ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കും തെക്കും 5 ഡിഗ്രി നോർത്ത് 5 ഡിഗ്രി സൗത്ത് വരെയുള്ള പ്രദേശങ്ങളെ നിർവാത മേഖല അഥവാ ഡോൾ ഡ്രംസ്, കേട്ടോ, നിർവാത മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്നുകൂടി വിളിക്കാറുണ്ട്. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? ഇവിടെ സംവഹനം നടക്കുന്നതുകൊണ്ടാണ്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് ഇതിനെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ പുതിയ SRT ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്, ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നതിനെ എയർ കറൻസ് അല്ലെ, ലംബമായി വായു മുകളിലേക്ക് ഉയരുന്നതിനെ എയർ കറൻസ് അല്ലെങ്കിൽ വായു പ്രവാഹം എന്നാണ് വിളിക്കുന്നത്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നതിനെ സംവഹനം, ആ പ്രവൃത്തിയെ സംവഹനം എന്നാണ് വിളിക്കുന്നത്. ഇനി വായു ലംബമായിട്ട് മുകളിലേക്ക് ഉയരുന്നതിനെ എയർ കറണ്ട് അല്ലെങ്കിൽ വായു പ്രവാഹം എന്ന് വിളിക്കുന്നത്. എയർ കറണ്ട് അല്ലെങ്കിൽ വായു പ്രവാഹം. വായു തിരശ്ചീനമായി ചലിക്കുന്നതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് കാറ്റ് എന്ന് വിളിക്കുന്നത്. വായു തിരശ്ചീനമായി ചലിക്കുന്നതിനാണ് ഇത് വിളിക്കുന്നത് കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? 0 ഡിഗ്രിയിൽ എന്താ നടക്കുന്നത്? ഇവിടെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു, സംവഹനം നടക്കുന്നു, അല്ലെങ്കിൽ വായു പ്രവാഹങ്ങൾ, ലംബതലത്തിലുള്ള ചലനമാണ് വായുവിന്റെ ഇവിടെ നടക്കുന്നത്, അല്ലെ? അപ്പൊ വായു പ്രവാഹങ്ങളാണ് ഇവിടെ നടക്കപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളെ വാതമില്ലാത്ത മേഖല, നിർവാത മേഖല, തിരശ്ചീനമായ ചലനം കുറവുള്ള പ്രദേശം, വായുവിന്റെ തിരശ്ചീനമായ ചലനം കുറവുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. കേട്ടോ, ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ITCs എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത അക്ഷാംശങ്ങൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി 90 ഡിഗ്രിയും അല്ലെ, വടക്കും തെക്കും 60 ഡിഗ്രിയും 90 ഡിഗ്രിയും ഉണ്ട്. നോർത്തിലും സൗത്തിലും 60 ഡിഗ്രിയും 90 ഡിഗ്രിയും ഉണ്ട്. 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ധ്രുവങ്ങളാണ്, ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളാണ്. സ്വാഭാവികമായും അവിടെ ഉച്ചമർദ്ദമായിരിക്കും. ഇതിനെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എന്നാൽ 60 ഡിഗ്രി അക്ഷാംശങ്ങളും തണുത്തതാ അല്ലെ, 90 ഡിഗ്രി പോലെ തന്നെ 60 ഡിഗ്രി അക്ഷാംശങ്ങളും തണുത്തതാ. അവിടെ സ്വാഭാവികമായിട്ട് ഉച്ചമർദ്ദമായിരിക്കേണ്ടതാണ്. തണുത്ത പ്രദേശങ്ങൾ ഉച്ചമർദ്ദമാണെന്ന് ഓൾറെഡി ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു. SRT ടെക്സ്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഭൂഭ്രമണത്തിന്റെ സ്വാധീന നിമിത്തം, ഭൂഭ്രമണത്തിന്റെ സ്വാധീന നിമിത്തം, അതായത് ഭൂമിയുടെ റൊട്ടേഷന്റെ ഒരു സ്വാധീന നിമിത്തം തണുത്ത വായു ഇവിടെ നിന്ന് 60 ഡിഗ്രി പ്രദേശത്തുള്ള തണുത്ത വായു ആകാശത്തേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് ചുഴറ്റി എറിയപ്പെടുന്നു. ഭൂഭ്രമണത്തിന്റെ സ്വാധീന നിമിത്തം തണുത്ത വായു ഇവിടെ നിന്ന് ചുഴറ്റി എറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭൂഭ്രമണത്തിന്റെ സ്വാധീനം 90 ഡിഗ്രിയിൽ അനുഭവപ്പെടത്തില്ലേ? 60 ഡിഗ്രിയിൽ അനുഭവപ്പെടുന്ന പോലെ ഭൂഭ്രമണ സ്വാധീനം എവിടെ അനുഭവപ്പെടത്തില്ല? 90 ഡിഗ്രിയിൽ അനുഭവപ്പെടത്തില്ല. കാരണം ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കുറവുള്ള പ്രദേശമാണ് 90 ഡിഗ്രി അക്ഷാംശങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഈ ചുഴറ്റിയെറിയൽ നടക്കത്തില്ല. 60 ഡിഗ്രിയിലാണ് ചുഴറ്റിയെറിയൽ നടക്കുന്നത്. വായു നഷ്ടപ്പെട്ടു, ചുഴറ്റി എറിയപ്പെടുമ്പോൾ വായു നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ന്യൂനമർദ്ദം. വായു നഷ്ടപ്പെടുന്ന പ്രദേശങ്ങൾ ന്യൂനമർദ്ദം. ക്ലിയർ അല്ലേ? അപ്പം 60 ഡിഗ്രി അക്ഷാംശങ്ങൾ രണ്ടും എന്താണ്? ന്യൂനമർദ്ദ മേഖലകളാണ്. പേര് പഠിച്ചോണം, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളാണ്. പേര് പഠിച്ചോണം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളാണ്. പേര് പഠിച്ചോണം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ മർദ്ദ മേഖലകളെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇത് നോക്കിക്കോണം, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിന് ചലിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഉച്ചമർദ്ദ മേഖലയിൽ വായു അധികമാണ്, ന്യൂനമർദ്ദ മേഖലയിൽ വായു കുറവാണ്. അപ്പൊ കുറവുള്ളിടത്തേക്ക് പോകാൻ ഒരു ശ്രമം നടത്തും. ഇങ്ങനെയാണ് കാറ്റുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആഗോളവാദങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമുക്കിവിടെ ഉച്ചമർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 30 ഡിഗ്രി ഉച്ചമർദ്ദ മേഖലയാണ്, 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയാണ്, 60 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയാണ്. അതുകൊണ്ട് 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് ഭൂമധ്യരേഖയിലേക്കും 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്കും വായു തിരശ്ചീനമായി ചലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഈ ചലിക്കുന്ന വായു ശകലം ചരിഞ്ഞേ ചലിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഈ വായു വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ടും വ്യതിചലിച്ചാണ് അല്ലെങ്കിൽ ചെരിഞ്ഞാണ് ഇവർ ചലിക്കുന്നത്. അതിന്റെ കാരണം കോറിയോലിസ് ബലമാണ്. ഭൂമിയിൽ എന്ത് ബലമാണ്? കോറിയോലിസ് ബലം. കേട്ടോ, അപ്പൊ നോക്കിയേ, 30 ഡിഗ്രി എന്ന് പറയുന്ന ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 60 ഡിഗ്രി എന്ന ന്യൂനമർദ്ദ മേഖലയിലേക്ക് തിരശ്ചീനമായി ചലിക്കുന്ന ഈ കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവരെ വിളിക്കുന്ന പേരാണ് പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങൾ. ഇനി 30 ഡിഗ്രി എന്ന ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 0 ഡിഗ്രി എന്ന ന്യൂനമർദ്ദ മേഖലയിലേക്ക് ചലിക്കുന്ന, തിരശ്ചീനമായി ചലിക്കുന്ന ഈ കാറ്റുകളെയാണ് നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? വാണിജ്യവാദങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ അതേപോലെ തന്നെ, ദക്ഷിണാർദ്ധഗോളത്തിൽ 30 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിൽ നിന്ന് 0 ഡിഗ്രി ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വായു വീശാറുണ്ട്, കാറ്റ് വീശാറുണ്ട്, തിരശ്ചീനമായിട്ട് വീശാറുണ്ട്. കണ്ടോ, ഇതേപോലെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദം. ഇത് ഉത്തരാർദ്ധഗോളത്തിലെ വാണിജ്യവാദമാണെങ്കിൽ ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദം. ഇനി നിങ്ങൾ നോക്കിക്കേ, വാണിജ്യവാദങ്ങൾ കൂടിച്ചേർന്നത് എവിടെയാ? വാണിജ്യവാദങ്ങൾ കൂടിച്ചേർന്നത് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശത്താണ്. ഡോൾഡ്രംസിനുള്ളിലേക്കാണ് ഇവർ കൂടിച്ചേരുന്നത്. ഉണ്ടോ? ഡോൾഡ്രംസിന്റെ 5 ഡിഗ്രിക്ക് അകത്തേക്കാണ് ഇവർ കൂടിച്ചേരുന്നത്. ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ ITCs എന്ന് വിളിക്കുന്നത്. ITCs. ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? ചൂട് പിടിച്ച വായു മുകളിലേക്ക്, ഈ കൂടിച്ചേരുന്ന വായു ചൂട് പിടിക്കുകയും അവ വീണ്ടും മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇവിടെ അല്ലെ, ചൂട് പിടിച്ച വായു ഇവിടെ കൂടിച്ചേർന്ന് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നാൽ അവിടെ മേഘങ്ങൾ ഉണ്ടാവും, മഴ പെയ്യും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ITCs ചേർന്ന പ്രദേശങ്ങൾ എല്ലാം ഭൂമിയിലെ മഴക്കാടുകളായിരിക്കും. എന്തായിരിക്കും? മഴക്കാടുകൾ. ആമസോൺ, കോങ്കോ, ഇന്തോനേഷ്യൻ മഴക്കാടുകൾ എന്നിവ ITCs സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? അവരെല്ലാം ITCs സ്ഥിതി ചെയ്യുന്നത്. അവിടെ മഴക്കാടുകൾ സ്വാഭാവികമാണ്. കേട്ടോ, മഴക്കാടുകൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ. അപ്പൊ ഇവിടെ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വീശുന്ന ഈ കാറ്റുകളെ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവര് കുറച്ച് ഡേഞ്ചറാ. ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ പശ്ചിമവാദങ്ങൾ കുറച്ച് ഡേഞ്ചറാ. കാരണം ഇവിടെ കരയില്ല, കൂടുതലും കടലാണ്. കരയില്ല, കടലാണ് ഇവിടെ കൂടുതൽ.
ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറയാൻ കാര്യം ഇവിടെ കരയില്ല, കടലാണ് കൂടുതൽ. കടൽ കൂടുതലാണെങ്കിൽ അവിടെ ഘർഷണം കുറവായിരിക്കും, കാറ്റിന് തടസ്സമില്ല, കൂടുതൽ വേഗത്തിൽ വീശാൻ പറ്റും, കാറ്റിന് വേഗത കൂടും, കപ്പലുകളെ മറിച്ചിടത്തക്ക രീതിയിൽ വലിയ തിരമാലകൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നാവികർ ഈ ഭാഗത്തുള്ള കാറ്റുകളെ, ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാതങ്ങളെ എന്തൊക്കെ വിളിക്കുന്നു? അലറുന്ന 40കൾ എന്നും കഠോരമായ 50കൾ എന്നും അലമുറയിടുന്ന 60കൾ എന്നും ഇവിടുത്തെ കാറ്റുകളെ വിളിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാതങ്ങളെ നാവികർ അലറുന്ന 40കൾ എന്നും കഠോരമായ 50കൾ എന്നും അലമുറയിടുന്ന 60കൾ എന്നും വിളിക്കുന്നു. ക്ലിയർ? പശ്ചിമവാതങ്ങളെ പറ്റി പറഞ്ഞു. 2 ഗോളങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഇത് ഇവിടെ പറഞ്ഞു. ഉത്തരാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ, ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ. വാണിജ്യവാതങ്ങളെ പറ്റി പറഞ്ഞു. ഇത് ഉത്തരാർദ്ധഗോളത്തിലെ വാണിജ്യവാദം, ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദം. ക്ലിയർ? ഇനി ഒരു കൂട്ടരെ കൂടെ പറയാനുള്ളത് നമുക്ക്. ആരാണ്? 90 ഡിഗ്രി അക്ഷാംശങ്ങൾ ഉച്ചമർദ്ദമല്ലേ, 60 ഡിഗ്രി അക്ഷാംശങ്ങൾ ന്യൂനമർദ്ദമല്ലേ. അപ്പൊ കാറ്റ് ഇങ്ങനെ വീശും, കണ്ടോ? ഇങ്ങനെ 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റുകൾ, ഇവരെയാണ് നമ്മൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്ന ഈ കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ക്ലിയർ? എന്തുകൊണ്ടാണ് കാറ്റുകൾ നേർരേഖയിൽ സഞ്ചരിക്കാത്തത്? അതിന്റെ കാരണം കോറിയോലിസ് ബലമാണ്. എന്താണ് കോറിയോലിസ് ബലം? ഉത്തരാർദ്ധഗോളത്തിൽ കോറിയോലിസ് ബലം കാറ്റുകളെ വലത്തോട്ട് ചരിക്കുമ്പോൾ, വലതുവശത്തേക്ക് ചരിക്കുമ്പോൾ, ദക്ഷിണാർദ്ധഗോളത്തിൽ കോറിയോലിസ് ബലം കാറ്റുകളെ ഇടത് ഭാഗത്തേക്ക് ചരിക്കുന്നു. കേട്ടോ? ഇടതുവശത്തേക്ക് കാറ്റുകൾ ചെരിഞ്ഞു പോകാനുള്ള കാരണം കോറിയോലിസ് ബലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വലതു ദിശയിലേക്ക് കാറ്റുകൾ ചെരിഞ്ഞു പോകാനുള്ള കാരണം കോറിയോലിസ് ബലമാണ്. എല്ലാ നമ്മുടെ ഈ പറഞ്ഞ മർദ്ദ മേഖലകളിലും എന്തൊക്കെ സംഭവിക്കുന്നു, ഓരോ മർദ്ദ മേഖലകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞു തന്നു. ഓരോ മർദ്ദ മേഖലകളിലും എവിടെയാണോ ന്യൂനമർദ്ദമുള്ള പ്രദേശങ്ങൾ, ഇപ്പം 0 ഡിഗ്രി ന്യൂനമർദ്ദമാണ്, 60 ഡിഗ്രി ന്യൂനമർദ്ദമാണ്, ഇവിടെയൊക്കെ നമുക്ക് മഴ ലഭിക്കും. എവിടെയാണോ ഉച്ചമർദ്ദം അവിടെ എന്ത് കിട്ടത്തില്ല? മഴ ലഭിക്കത്തില്ല. കേട്ടോ? ഉച്ചമർദ്ദം എവിടെയാണോ അവിടെ മഴ ലഭിക്കത്തില്ല. എവിടെയാണോ ന്യൂനമർദ്ദം അവിടെ നമുക്ക് എന്ത് കിട്ടും? മഴ കിട്ടും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് 0 ഡിഗ്രി ഭൂമധ്യരേഖയോട് ചേർന്ന ആ ഒരു ന്യൂനമർദ്ദ മേഖല തന്നെയാണ് ഭൂമിയിൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ ഭൂമിയിൽ കാണപ്പെടുന്നത്. അവിടെയാണ് വായു ചൂട് പിടിച്ച് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് ഉയരുന്നത്. ഇവിടെയാണ് സംവഹന മഴ ലഭിക്കുന്നത്. അവിടെ സംവഹനം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന മഴ എന്താണ്? സംവഹന വൃഷ്ടിയാണ്. സംവഹന വൃഷ്ടി. കേട്ടോ? സംവഹന വൃഷ്ടി. പഠിച്ചു എന്ന് വിചാരിക്കുന്നത്. വാണിജ്യവാദങ്ങളെ, പശ്ചിമവാദങ്ങളെയും ധ്രുവീയ പൂർവ്വവാദങ്ങളെയും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് നമ്മൾ പറഞ്ഞു എന്താണ് ന്യൂനമർദ്ദ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ഇവിടെ ലംബമായിട്ട് പതിക്കുന്നു. അതുകൊണ്ട് ഈ മേഖല കാറ്റുകൾ എന്താണ് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. തിരശ്ചീനമായ ചലനത്തെക്കാൾ കൂടുതൽ ലംബ ചലനമാണ് ഇവിടെ കൂടുതലുള്ളത്. തിരശ്ചീനമായ ചലനത്തെക്കാൾ കൂടുതൽ ഇവിടെ ലംബ ചലനം, വായു പ്രവാഹമാണ് കൂടുതൽ. അതുകൊണ്ട് ഇവിടെ നിർവാത മേഖല എന്നീ പ്രദേശം അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയോട് ചേർന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശത്തെ ITCZ എന്ന് വിളിക്കുന്നു. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. 30 ഡിഗ്രി അക്ഷാംശത്തോട് ചേർന്ന മേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. ഇതിനെ നമ്മൾ കുതിര അക്ഷാംശങ്ങൾ അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു, അപ്പൊ മധ്യരേഖ 0 ഡിഗ്രിയിൽ ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയരും. അവ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ താഴുന്നു. അപ്പൊ 30 ഡിഗ്രിയിൽ വായു താഴുന്നു, അപ്പൊ അധികം ലഭിക്കുന്നു, വായു അധികം ലഭിക്കുന്നു, ഹൈ പ്രഷർ. 0 ഡിഗ്രിയിൽ വായു ഉയരുന്നു, വായു നഷ്ടപ്പെടുന്നു, അവിടെ അതുകൊണ്ട് 0 ഡിഗ്രിയിൽ ലോ പ്രഷർ. കണ്ടോ? അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഉടനീളം എവിടെ 30 ഡിഗ്രിയിൽ ഉടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത്. ഇവിടെ വായു താഴേക്ക് പതിക്കുന്നു. ഇനി 60 ഡിഗ്രി അക്ഷാംശത്തോട് ചേർന്ന പ്രദേശങ്ങളെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. 90 ഡിഗ്രി അക്ഷാംശത്തോട് ചേർന്ന പ്രദേശങ്ങളെ, വർഷം മുഴുവൻ കൊടും തണുപ്പാണ് ഈ മേഖലകളെ, ഇവരെ നമ്മൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നെക്സ്റ്റ് നമ്മൾ ശിലകൾ, അടുത്ത് നമ്മൾ പഠിക്കുന്ന പോർഷൻ ശിലകളാണ്. ശിലകൾ വളരെ വേഗത്തിൽ 3 ടൈപ്പ് ശിലകൾ എന്താണെന്നും അവയുടെ എക്സാമ്പിൾസ് എന്താണെന്നും നമുക്കൊന്ന് പറയാം. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കും അവസാനിപ്പിക്കാം. നോക്കിയേ, ധാതുക്കൾ കൊണ്ടാണ്, ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ധാതുക്കൾ കൊണ്ട്. മിനറൽസ്, ഒന്നോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് ധാതുക്കൾ രൂപപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ധാതുക്കൾ കൂടിച്ചേരുമ്പോൾ ശിലകൾ ഉണ്ടാവുന്നു. ശിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. നിരവധി തവണ +2 തലത്തിൽ നടക്കുന്ന പരീക്ഷകൾക്ക് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് പെട്രോളജി. ശിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നാണ് അതിനെ വിളിക്കുന്നത്. പെട്രോളജി. ശിലകളെ പ്രധാനമായും 3ആയി നമ്മൾ തരംതിരിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ് എന്നാണ് ഇംഗ്ലീഷിൽ ടേം. ആഗ്നേയ ശിലകൾ. 2 അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ് എന്നാണ് അവസാദ ശിലകൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്.
കായാന്തരിത ശിലകൾ മെറ്റാമോർഫിക് റോക്സ് എന്നാണ് എൻ്റെ ടൈം, ഇംഗ്ലീഷ് ടൈം, മെറ്റാമോർഫിക് റോക്സ്. അപ്പൊ 3 തരത്തിലുള്ള ശിലകളുണ്ട്. ആഗ്നേയശിലകൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആഗ്നേയശിലകൾ ഉണ്ടാവുന്നത്? ഭൂമിയുടെ ഉള്ളിൽ, അതാണ് ഭൗമാന്തർ ഭാഗം എന്ന് പറയുന്നത്, അവിടെ നിന്നുള്ള ശിലാദ്രവം, ശിലാദ്രവം എന്ന് വെച്ചാൽ ചൂട് പിടിച്ച ശിലാപദാർത്ഥങ്ങൾ എന്തായി മാറും? ഒരു ഒരു കുഴമ്പ് രൂപത്തിൽ മാറ്റപ്പെടും. ഇതിനാണ് നമ്മൾ ശിലാദ്രവം എന്ന് വിളിക്കുന്നത്. അപ്പം ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവം അഥവാ മാഗ്മ, അതായത് ഭൂമിക്കടിയിലേക്ക് പോകുന്ന ചൂട് കൂടും. ഈ ശിലകളൊക്കെ തന്നെ ധാതുക്കൾ കൊണ്ടല്ലേ ശിലകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ധാതുക്കളെല്ലാം ഉരുകും, ശിലയ്ക്കകത്തുള്ള ധാതുക്കളെല്ലാം ഉരുകും. ഉരുകിയിട്ട് അതൊരു പാതി ഉരുകിയ അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് വിളിക്കുന്നത്. അർദ്ധദ്രവാവസ്ഥ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ നിന്നാണ് ശരിക്കും ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഭൂമിക്കടിയിലുള്ള ഈ മാഗ്മ എങ്ങനെയാണ് ശിലകളായി രൂപാന്തരപ്പെടുന്നത്? അത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമം നടത്തുമ്പോഴാ. മനസ്സിലായോ? ഭൂമിയുടെ ഉള്ളിലുള്ള മാഗ്മ എങ്ങനെയാണ് ഭൂമിയുടെ പുറത്തേക്ക് എത്തുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയൊക്കെ സമയത്ത്, അല്ലെ? അതുപോലെ തന്നെ ഈ ഭൂവൽക്കത്തിലുണ്ടാകുന്ന വലിയ വിള്ളലുകളിലൂടെ, ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിൽ എന്ത് സംഭവിക്കും? ധാരാളം മാഗ്മ ഭൂമിയുടെ പുറത്തേക്ക് എത്തപ്പെടും. ഭൂമിയുടെ പുറത്ത് ചൂട് കുറവാ, ഭൂമിയുടെ ഉൾഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഭൂമിയുടെ പുറത്തേക്ക് എത്തുന്ന ഈ മാഗ്മ ഭൂമിയുടെ പുറത്ത് അറിയപ്പെടുന്ന ലാവ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ അറിയപ്പെടുന്നത്, ഭൂമിയുടെ പുറത്തേക്ക് അവ എത്തുമ്പോൾ അതിന്റെ പേര് ലാവ എന്നാണ്. ഈ ലാവ ഭൂമിയുടെ ഉൾഭാഗവുമായി കമ്പയർ ചെയ്യുമ്പോൾ തണുത്ത ഉപരിതലത്തിലെത്തി പെട്ടെന്ന് തണുക്കും. തണുത്ത് കട്ടി പിടിക്കുമ്പോഴാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഇത് നോക്കിയേ, മാഗ്മ തണുത്ത് കട്ടി പിടിച്ചുണ്ടാകുന്ന ആഗ്നേയ ശിലകളിൽ നിന്നാണ് മറ്റെല്ലാ ശിലകളും രൂപപ്പെടുന്നത്. അതിനാൽ PSCയുടെ സ്ഥിര ചോദ്യങ്ങളാണ്. അതിനാൽ ആഗ്നേയശിലയെ അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, ശിലകളുടെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. പ്രാഥമിക ശില, അഗ്നിപർവ്വതജന്യ ശില എന്നീ പേരുകളിൽ നമ്മൾ ആഗ്നേയശിലകളെ അറിയപ്പെടുന്നു. ആഗ്നേയശിലകൾ അറിയപ്പെടുന്നു. ആഗ്നേയശിലകൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? അടിസ്ഥാന ശില, ബേസിക് റോക്ക്; പ്രൈമറി റോക്ക്, പ്രാഥമിക ശില; ഫാദർ ഓഫ് റോക്സ്, ശിലകളുടെ പിതാവ്; മദർ ഓഫ് റോക്സ്, ശിലകളുടെ മാതാവ്; അഗ്നിപർവ്വതജന്യ ശില, വോൾക്കാനിക് റോക്സ്. അങ്ങനെ പല പേരുകളിൽ ആരറിയപ്പെടുന്നു? ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. നോക്കിയേ, ഭൂമിയുടെ ഉപരിതലം, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഈ ഉപരിതലത്തിലേക്ക് ലാവ അല്ലെങ്കിൽ മാഗ്മ എത്തപ്പെട്ട് അത് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ ബാഹ്യജാത ശില എന്ന് വിളിക്കുന്നു. എന്നാൽ വളരെ ചില ഭൂമിയുടെ ഉപരിതലം വരെ എത്തപ്പെടാത്ത സാഹചര്യവും മാഗ്മയ്ക്കും ലാവയ്ക്കൊക്കെ ഉണ്ടാവും. ഭൂവൽക്കത്തിനുള്ളിലുള്ള വിടവുകളിലേക്ക് മാഗ്മയോ ലാവയോ പ്രവേശിക്കും. അങ്ങനെ അവിടെ വെച്ച് തണുത്ത് ശിലകളായി മാറാറുണ്ട് അവരെ നമ്മൾ അന്തർവേദ ആഗ്നേയശില എന്നാണ് വിളിക്കുന്നത്. ഇത് നോക്കി, ലാവ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് വേഗത്തിൽ തണുത്തുറയും. അതായത് ബാഹ്യജാത ശിലകൾ വളരെ പെട്ടെന്നുണ്ടാവുന്നവരാ, അന്തർവേദ ശിലകൾ വളരെ സാവധാനത്തിലേ രൂപപ്പെടാറുള്ളൂ. പഠിച്ചോണം. ഒന്നാമത്തെ പോയിന്റ്, ബാഹ്യജാത ശിലകൾ വളരെ വേഗത്തിലാണ് രൂപം കൊള്ളുന്നത്. കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉൾഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൂട് കുറവാണ്, തണുപ്പാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് തണുത്തുറയും. വേഗത്തിൽ തണുത്തുറയുന്നത് കൊണ്ട് പെട്ടെന്ന് ബാഹ്യജാത ശിലകൾ ഉണ്ടാവും. മാത്രമല്ല, പെട്ടെന്ന് തണുത്തുറയുന്ന ശിലകളിൽ ചെറിയ തരികളാണ്, സ്മോൾ ക്രിസ്റ്റൽസ് ആണ്. നമുക്കറിയാം, പാറകൾ ഇങ്ങനെ നിങ്ങൾ പൊട്ടിച്ച് അതിന് ചെറിയ ചെറിയ തരികൾ, മണ്ണിന്റെ തരികൾ കൂടിച്ചേർന്നല്ലേ പാറകൾ ഉണ്ടാകുന്നത്. അവസാദങ്ങൾ കൂടിച്ചേർന്നല്ലേ പാറകൾ ഉണ്ടാകുന്നത്. പാറകൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം, ചെറിയ തരികളായി മാറും അത്. ഒരു പാറ നിങ്ങൾ പൊട്ടിച്ച്, അത് മണ്ണായി മാറത്തില്ല. അവസാനം പൊട്ടിച്ച് അവസാനം അത് മണ്ണായി മാറത്തില്ലേ? ഈ മണ്ണെല്ലാം കൂടെ കൂടിച്ചേർന്നല്ലേ ഒരു കാലത്ത് എന്തായി മാറിയത്? പാറയായി മാറിയത്. സെഡിമെന്റ് കൂടിച്ചേർന്നല്ലേ? അപ്പോ ഈ ചെറിയ ചെറിയ തരികൾ, ക്രിസ്റ്റലുകൾ അല്ലെ, പരൽ രൂപം എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ ചെറിയ പരലുകൾ ഇതിൽ കാണപ്പെടുന്നു. നേർത്ത തരികൾ അല്ലെങ്കിൽ ചെറിയ പരലുകൾ, നേർത്ത പരലുകളാണ് എന്തിനകത്തുള്ളത്? ഈ ബാഹ്യജാത ആഗ്നേയശിലയിലുള്ളത്. ബാഹ്യജാത ആഗ്നേയശിലയ്ക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ബസാൾട്ട്, പഠിച്ചോണം, റയോലൈറ്റ്, പ്യൂമിസ്, ടഫ്. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ബാഹ്യജാത ആഗ്നേയശിലകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ബസാൾട്ട്, റയോലൈറ്റ്, പ്യൂമിസ്, ടഫ് തുടങ്ങിയവ. ഇനി അന്തർവേദ ആഗ്നേയശില എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത്, ഭൂമിയുടെ ഉൾഭാഗത്ത്, പ്രത്യേകിച്ച് ഭൂവൽക്കത്തിനകത്തുള്ള വിടവുകളിലൊക്കെ വെച്ച് തണുത്തുറഞ്ഞുണ്ടാകുന്ന ആഗ്നേയശിലകൾ, അതാണ് അന്തർവേദ ആഗ്നേയശിലകൾ. നോക്കി, ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ആഗ്നേയശിലകൾ. ഉദാഹരണം ഗ്രാനൈറ്റ്, ഗാബ്രോ, ഡയോറൈറ്റ്. ഇപ്പൊ ഗ്രാനൈറ്റും ഗാബ്രോയും ഡയോറൈറ്റും ഒക്കെ എന്താണ്? അന്തർവേദ ആഗ്നേയശിലയാണ്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ, ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ കാണപ്പെടുന്നവര് ഏതൊക്കെയാണ്? ബസാൾട്ട്, റയോലൈറ്റ്, പ്യൂമിസ്, ടഫ്. അതാണ് ബാഹ്യജാത ആഗ്നേയശില. അന്തർവേദ ആഗ്നേയശിലയെ നമ്മൾ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്ത് വിളിക്കാറുണ്ട്? പ്ലൂട്ടോണിക് ശിലകൾ എന്ന് വിളിക്കാറുണ്ട്.
ഇവര് ബാഹ്യജാത ആഗ്നേയശില രൂപപ്പെടുന്ന അത്രയും വേഗത്തിൽ ഉണ്ടാവുന്നവരാണോ? അല്ല. ഭൂമിയുടെ ഉൾഭാഗത്ത് ചൂട് കൂടുതലാ. അതുകൊണ്ട് ഉപരിതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൂട് കൂടുതലാ. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ മാത്രമേ ഇത് തണുത്തുറയത്തുള്ളൂ. സാവധാനത്തിൽ തണുത്തുറഞ്ഞാൽ അതിനകത്ത് തരികളുടെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ അന്തർവേദ ശിലകളിൽ തരി വലിപ്പം അല്ലെങ്കിൽ പരലുകളുടെ വലിപ്പം കൂടുതലായിരിക്കും. വലിയ ക്രിസ്റ്റൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ശിലകളുണ്ട്. അതായത് ബാഹ്യജാതത്തിനും അന്തർവേദത്തിനും ഇടയ്ക്ക് അവരെയാണ് ഹൈപ്പ അബിസൽ ആഗ്നേയശിലകൾ അല്ലെങ്കിൽ ഇടത്തരം ആഴത്തിൽ കാണപ്പെടുന്ന ആഗ്നേയശില എന്ന് വിളിക്കുന്നത്. നല്ല ആഴത്തിലുള്ളവര് അന്തർവേദം, ഉപരിതലത്തിലുള്ളവര് ബാഹ്യജാതം, പിന്നെ അതിന് ഇടയ്ക്കുള്ളവര് ഹൈപ്പ അബിസൽ ആഗ്നേയശിലകൾ എന്നും അവരെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്ക് എന്ന് പറയും. ഇത് നോക്കി, ശിലകൾ വിവിധ അപക്ഷയ പ്രവർത്തികൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടുന്നു. അതായത് വലിയൊരു ശില അപക്ഷയം എന്ന് വെച്ചാൽ വെതറിങ് അല്ലെ, പലതരത്തിലുള്ള വെതറിങ് സംഭവിക്കാറുണ്ട്. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ഇനി ജൈവിക അപക്ഷയം, അങ്ങനെ പലതരത്തിലുള്ള അപക്ഷയങ്ങളുണ്ട്. ഒരു പാറ പൊട്ടിപ്പൊടിയുന്നു, ചെറിയ തരികളായി മാറ്റപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപക്ഷയം, വെതറിങ്. ഈ തരികളെല്ലാം കൂടെ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നു. മാറ്റുന്ന ആരാ? കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, തിരമാലകൾ തുടങ്ങിയ ബാഹ്യശക്തികളാണ് ഈ പറഞ്ഞ തരികളെ ഇവിടെ നിന്ന് വഹിച്ചുകൊണ്ട് പോകുന്നത്. വഹിച്ചുകൊണ്ടുപോയി താഴ്ന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കും. അങ്ങനെ ഒരു ആഗ്നേയശില, ആദ്യ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്നേയശില അത് പൊട്ടിപ്പൊടിഞ്ഞ് അപക്ഷയത്തിന് വിധേയമായി ചെറിയ തരികൾ ഉണ്ടായി എന്ന് കരുതുക. ആഗ്നേയശില മാത്രമല്ല കേട്ടോ, ഏത് ശില വേണമെങ്കിലും ഇത്തരത്തിൽ പൊട്ടിപ്പൊടിയാം. ഒരു അവസാദ ശില തന്നെ പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ആഗ്നേയശില എടുക്കാം. തൽക്കാലം ഒരു ആഗ്നേയശില പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടുന്നു. ഈ തരികളെല്ലാം കൂടെ ഈ പറഞ്ഞ ബാഹ്യശക്തികൾ, കാറ്റോ ഒഴുക്കുകളോ ഹിമാനികളോ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു, താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് താഴ്ന്ന സ്ഥലങ്ങളിൽ കൊണ്ട് അതെല്ലാം നിക്ഷേപിക്കുന്നു. അവെല്ലാം കൂടെ തിങ്ങിച്ചേരുന്നു, ശിലയായി മാറുന്നു. ഉണ്ടോ? ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? അവസാദ ശില, സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ അവസാദ ശില വീണ്ടും പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറാം. അതെല്ലാം കൂടെ വേറെ എവിടെയെങ്കിലും പോയി കൂടിച്ചേർന്ന് പുതിയ ഒരു അവസാദ ശില ഉണ്ടാവാം. ക്ലിയർ ആയില്ലേ? ഇനി ഈ അവസാദ ശില താപമർദ്ദമേറ്റ് കായാന്തരിത ശിലയായി മാറി എന്ന് വിചാരിച്ചു. ഈ കായാന്തരിത ശില പൊടിഞ്ഞ് ചെറിയ തരികൾ ഉണ്ടാവാം. ഈ തരികളെ വീണ്ടും ഈ പറഞ്ഞ ബാഹ്യശക്തികൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവരെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പുതിയ അവസാദ ശില ഉണ്ടാവാം. ഇത്തരത്തിൽ ഒരു സൈക്കിളാണ്. ഈ ശിലകൾ ഇങ്ങനെ ഉണ്ടാവുന്നു, പൊടിയുന്നു, അതിനെല്ലാം കൂടെ ആ കഷ്ണങ്ങളെല്ലാം കൂടെ വീണ്ടും പുതിയ ശിലകളായി മാറുന്നു. ഇതൊരു സൈക്കിളാണ് ആക്ച്വലി കേട്ടോ. അപ്പം ഇങ്ങനത്തുള്ള അവസാദങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവസാദ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പഠിച്ചില്ലേ? അപ്പൊ അവസാദ ശിലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാളികളായി കാണപ്പെടുന്ന ചില അവസാദ ശിലകൾ, പാളികൾ വ്യത്യസ്ത പാളികളായിട്ട് കാണപ്പെടുന്നു. ആദ്യം കുറച്ച് ശിലാതരികൾ വന്ന് ഒരു പാളി ഉണ്ടാവുന്നു, വീണ്ടും അതിന് മുകളിൽ മറ്റൊരു പാളി ഉണ്ടാവുന്നു, അതിന് മുകളിൽ മറ്റൊരു പാളി ഉണ്ടാവുന്നു. കണ്ടോ? ഇങ്ങനെ ബെഡുകളായിട്ട്, ബെഡിങ് പ്ലെയിൻസ് എന്നിവരെ വിളിക്കുന്ന ഈ പാളികളുടെ ആ ഒരു ജോയിന്റിനെ. ഇപ്പൊ പാളികളായി കാണപ്പെടുന്ന ചില ഫോസിലുകൾ കാണപ്പെടുന്ന ചില പല വ്യത്യസ്ത കാലഘട്ടത്തിലെ ഓരോ പാളിയും ഉണ്ടാകുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള കാലത്ത് ജീവജാലങ്ങളെല്ലാം ഈ പറഞ്ഞ പാളികൾക്കിടയിലായിട്ട് രൂപപ്പെടാം. അല്ലെങ്കിൽ നദി വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾക്കകത്ത് അതാത് കാലത്തൊക്കെ ആ ഭാഗത്ത് ജീവിച്ചിരുന്ന സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടാം. അങ്ങനെ അതെല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞാണ് എന്തുണ്ടാകുന്നത്? അവസാദ ശില ഉണ്ടാകുന്നത്. പാളികളായി രൂപപ്പെടുന്നതുകൊണ്ട് ഇവരെ തന്നെ അടുക്ക് ശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് കൂടി ഇവരെ വിളിക്കാറുണ്ട്. അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീന കാലത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഫോസിലുകൾ എന്ന് വിളിക്കുന്നത്. പഠിച്ചോണം. ശിലാതൈലം എന്ന് വിളിക്കുന്നത് എന്താണ്? എന്തിനാണ് ശിലാതൈലം എന്ന് വിളിക്കുന്നത്? പെട്രോളിയത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശിലാതൈലം എന്ന് വിളിക്കുന്നത്. പെട്രോളിയത്തെയാണ് ശിലാതൈലം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഇവയുടെ ഉദാഹരണങ്ങളാണ്. അവസാദ ശിലകൾ 3 വിധത്തിലാണ് രൂപം കൊള്ളുന്നത്. ബലകൃതമായിട്ട്, അതായത് മെക്കാനിക്കലി. ഒന്നാമത്തത് എല്ലാം കൂടെ തിങ്ങിച്ചേരുന്നു പ്രഷർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവസാദങ്ങളെല്ലാം കൂടെ ശക്തമായിട്ട് നല്ല ശക്തിയിൽ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 2 ജൈവ വസ്തുക്കളിൽ നിന്ന് അവസാദ ശിലകൾ രൂപം കൊള്ളാറുണ്ട്. ജൈവ വസ്തുക്കളിൽ നിന്ന്, അതായത് ഭൂമിയിലെ സസ്യജന്തുജാലങ്ങളൊക്കെ ജീർണിച്ചതിന് ശേഷം അവയുടെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് അവസാദ ശിലകൾ ഉണ്ടാവാറുണ്ട്. ഇനി രാസപ്രക്രിയയുടെ ഫലമായിട്ട്, കെമിക്കലായിട്ടുള്ള രാസപ്രക്രിയ, ഉദാഹരണത്തിന് ഇവാപറേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ജലം എന്തെങ്കിലും മിനറലുമായിട്ട് കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അതിന്റെ ഫലമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് 3ഉം തരം തിരിച്ച് പഠിക്കണം.
ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നതിന് എക്സാമ്പിൾ ആണ് മണൽക്കല്ല്, കളിമണ്ണ്, കളിമൺശില എന്നാ പറയുന്നത്, കളിമൺശില, കൺഗ്ലമറേറ്റ്, ഷെയില്, ലെസ്. ഈ അവസാനം പഠിക്കുന്ന ആളെ പഠിച്ചോണം, ചുണ്ണാമ്പ്, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചോണം. ഇത് എല്ലാത്തിനും ഉദാഹരണമാണ്. ബലകൃതമായിട്ടും ജൈവ വസ്തുക്കളിൽ നിന്നും രാസപ്രക്രിയയുടെ ഫലമായിട്ടും രൂപം കൊള്ളുന്ന 3 തരത്തിലും രൂപം കൊള്ളുന്ന അവസാദശില ചുണ്ണാമ്പുകല്ല് മാത്രമാണ് കേട്ടോ. അപ്പം ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നത് പഠിച്ചു, മണൽക്കല്ല്, കളിമണ്ണ്, കൺഗ്ലമറേറ്റ്, ഷെയില്, ലെസ്. ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കൽക്കരി ഉണ്ടോ, പെട്രോളിയം, ചോക്ക്, ഗീസറൈറ്റ്, ഡോളമൈറ്റ്. ഇതെല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണ്. ഇനി രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതോ? ചെർട്ട്, ഹാലൈറ്റ്, ജിപ്സം, പൊട്ടാഷ്, നൈട്രേറ്റ്. മറ്റോ എല്ലാം കെമിക്കൽ നെയിംസ് ആയിരിക്കും. നൈട്രേറ്റ്സ്, റോക്ക് സാൾട്ട്, കല്ലുപ്പ്, ചുണ്ണാമ്പ് കല്ല്. കേട്ടോ, ഇതാണ് രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത്. രാസപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം കെമിക്കൽ നെയിംസ് ആയിരിക്കും. നോക്കിയ ചെർട്ട്, ഹാലൈറ്റ്, ജിപ്സം, പൊട്ടാഷ്, നൈട്രേറ്റ്, കല്ലുപ്പ്, ചുണ്ണാമ്പ് കല്ല്. ഇതെല്ലാം രാസപ്രക്രിയ. ജൈവ വസ്തുക്കൾ ഓർക്കാൻ എളുപ്പം നമ്മുടെ കൽക്കരി, പെട്രോളിയം പോലെയുള്ള സാധനങ്ങൾ. കൽക്കരി, പെട്രോളിയം എന്നല്ല, പെട്രോളിയം ശില എന്ന് വേണം, പെട്രോളിയം റോക്സ് കേട്ടോ. പെട്രോളിയം ശില, ചോക്ക്, ഗീസറൈറ്റ്, ഇതെല്ലാമാണ് ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നത്. ക്ലിയർ? ഇനി കായാന്തരിത ശില. എങ്ങനെയാണ് ഒരു ശില കായാന്തരിത ശിലയായി മാറുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്? ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാവാറുണ്ട് ശിലകൾ. അതായത് അതിനകത്തൊരു റീക്രിസ്റ്റലൈസേഷൻ നടക്കാറുണ്ട് ശിലകൾക്കകത്ത്, ഒരു റീക്രിസ്റ്റലൈസേഷൻ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു റീ അറേഞ്ച്മെന്റ് നടക്കാറുണ്ട് ശിലകൾക്കകത്തുള്ള മിനറൽസിൽ, ഒരു റീ അറേഞ്ച്മെന്റ് നടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായ രാസപരമായ മാറ്റങ്ങൾ ശിലകൾക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് നൈസ്. ഗ്രാനൈറ്റിൽ നിന്നാണ് നൈസ് ഉണ്ടാകുന്നത്. ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആഗ്നേയ ശിലയ്ക്ക് കായാന്തരീകരണം സംഭവിക്കുമ്പോഴാണ് നൈസ് ഉണ്ടാകുന്നത്. മാർബിൾ, യെസ്, എപ്പോഴും ചോദിക്കുന്ന ചുണ്ണാമ്പ് കല്ലാണ്. ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് എന്തുണ്ടാകുന്നത്? മാർബിൾ ഉണ്ടാകുന്നത്. സ്ലേറ്റ്, നമ്മുടെ ഇതിൽ നിന്നാണ് സ്ലേറ്റ് ഉണ്ടാകുന്നത്? മഡ് സ്റ്റോൺ, കളിമൺശില, മഡ് സ്റ്റോൺ. അതുപോലെ തന്നെ ഷെയില്, ഇതിൽ നിന്നൊക്കെ എന്തുണ്ടാവാറുണ്ട്? സ്ലേറ്റ് ഉണ്ടാവാറുണ്ട്. ക്വാർട്സൈറ്റ്, സാൻഡ് സ്റ്റോൺ, മണൽക്കല്ല് കണ്ടോ, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ക്വാർട്സൈറ്റ് ഉണ്ടാകുന്നത്. ക്വാർട്സൈറ്റ് ഉണ്ടാകുന്നത്. ഷിസ്റ്റ്, 2 തരത്തിലുള്ള ഷിസ്റ്റിനെ പറ്റി പറയാറുണ്ട്. ഗ്രീൻ ഷിസ്റ്റ് ഉണ്ട്, നോർമൽ ഷിസ്റ്റ് ഉണ്ട്. ഷെയിലിൽ നിന്ന് ഷിസ്റ്റ് ഉണ്ടാവാറുണ്ട്, ഷെയിലിൽ നിന്ന്. ഇനി അതുപോലെ തന്നെ ബസാൾട്ടിൽ നിന്ന് ഗ്രീൻ ഷിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഒരു ശില ഉണ്ടാവാറുണ്ട്. അപ്പം രണ്ടും പറയാറുണ്ട്. ഷിസ്റ്റിന്റെ കേസിനകത്ത് ഗ്രീൻ ഷിസ്റ്റ് എടുത്ത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഷെയില്, ബസാൾട്ട്, ഇതിൽ നിന്ന് ഷിസ്റ്റ് എന്ന് പറയുന്ന ശില ഉണ്ടാവാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്തുണ്ടാകുന്നത്? കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. അവയുടെ എക്സാമ്പിൾ, എന്തിൽ നിന്ന് ഏത് ശില ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ക്ലിയർ അല്ലേ? പറഞ്ഞത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സമയത്തിനകത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. കാരണം അത്ര ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള 2 മേഖലകളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വശവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ കാണാപ്പാഠം പഠിക്കാനായിട്ട് പറയുമായിരുന്നില്ല. എല്ലാം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എല്ലാത്തിനകത്തും. കൃത്യമായിട്ട് അതാണ് നമ്മുടെ ഈ ഒരു കൺസെപ്ച്വൽ സ്റ്റഡി എന്ന് പറയുന്നത്. വെറുതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇപ്പം കോഴ്സ് ആറ്റിറ്റ്യൂഡ് എന്ന പേര് വരുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വരുന്നു? ITCS എന്ന പേര് വരുന്നു, എന്തുകൊണ്ട്? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഓർമ്മ നിൽക്കുന്നത്. പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മ നിൽക്കുന്നത്. ഏത് വശത്തു നിന്നും എങ്ങനെ ചോദ്യം ചോദിച്ചാലും, ഏത് തരത്തിൽ ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾ കിട്ടും. അതോ ജോഗ്രഫിയുടെ തന്നെയും മറ്റു ഹോട്ട് ടോപ്പിക്സുകൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടുപോവുക, റിവിഷൻ ചെയ്യുക. പരീക്ഷ ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി തയ്യാറെടുക്കുക. താങ്ക് യു.